हरे कृष्णा। जय श्री राधे राधे। जय हनुमान ज्ञान गुण सागर, जय कबीर तिहु लोक उजागर. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, എന്താണ് ചാലിസ സ്റ്റാർട്ട് ചെയ്യാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഹനുമാൻ സ്വാമിയുടെ ചാലിസ സ്റ്റാർട്ട് ചെയ്യാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഒരു എന്താണ് പറയുക പദ്യമാണ് നമ്മളിവിടെ പറയുന്നത്. ജയ് ഹനുമാൻ ജ്ഞാനഗുണസാഗർ, ജയ് കബീസതിക ലോക ഉജാഗർ എന്നാണ്. നമ്മുടെ നീതിക്കുച്ച് വൃത്തിയായിട്ട് പാടിയിടും ഗ്രൂപ്പിൽ, അപ്പോൾ അതെല്ലാവരും കേൾക്കുക. അപ്പോൾ ഇവിടെ എന്താ പറയണേന്ന് വെച്ചാൽ അർത്ഥം നമ്മളെപ്പോഴും അർത്ഥം അറിഞ്ഞ് പഠിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. നമ്മൾ പലപ്പോഴും പലതിൻ്റെ അർത്ഥം അറിയാതെയാണ് നമ്മൾ മനസ്സിലാക്കിയുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും പല കാര്യങ്ങളിലും സംശയം ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. ജ്ഞാനത്തിൻ്റെയും സദ്ഗുണങ്ങളുടെയും സാഗരമായ ഹനുമാൻ സ്വാമി വിജയിക്കട്ടെ, 3 ലോകങ്ങളിലും കീർത്തിയുള്ള കബീശ്വരൻ വിജയിക്കട്ടെ എന്ന്. അതാണ് ഈ വരിയുടെ അർത്ഥം പറയുന്നത് അല്ലേ. ജ്ഞാനം അല്ലേ, ബ്രഹ്മജ്ഞാനവും സദ്ഗുണ സമ്പന്നനുമാണ് ആര്, ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് അല്ലേ. അത് മാത്രമല്ല നമുക്കറിയാം നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ഹനുമാൻ സ്വാമിയെക്കുറിച്ച് അല്ലേ, പല സ്ഥലത്തും പല നമ്മുടെ രാജ്യത്തായിക്കോട്ടെ എല്ലായിടത്തും ഹനുമാൻ സ്വാമി എന്ന് പറയുമ്പോൾ നമ്മൾ വളരെയധികം ആരാധനയോടെ കാണുന്ന ഒരു ദേവനാണ് അല്ലേ. അപ്പം അങ്ങനെയുള്ള ആ ദേവൻ പ്രപഞ്ചത്തിൻ്റെ പ്രകാശം നൽകുന്ന സൂര്യനിൽ നിന്നാണ് ജ്ഞാനം സ്വീകരിച്ചിട്ടുള്ളത്. ആരാണ് ഗുരു അല്ലേ, സൂര്യദേവനാണ് ഹനുമാൻ സ്വാമിയുടെ ഗുരു. മാത്രമല്ല ജഗജ്ജനനിയായിട്ടുള്ള സീതാദേവി സകല സദ്ഗുണങ്ങളും എപ്പോഴും ഉണ്ടാകുവാനുള്ള ആശീർവാദവും ആർക്ക് കൊടുത്തിട്ടുണ്ട്, ഹനുമാൻ സ്വാമിക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി ആ വരി ഒന്ന് ശ്രദ്ധിക്കൂ നിങ്ങൾ. ജ്ഞാനഗുണസാഗര, അപ്പം ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ്, സോഴ്സാണ് ആര്, ശ്രീ ഹനുമാൻ സ്വാമി അല്ലേ. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കായിക്കോട്ടെ, അതല്ല എന്തിനെങ്കിലും കുറിച്ച് നിങ്ങൾ അറിയാനുള്ള അറിവ് നേടാനുള്ള ഒരു താല്പര്യമുള്ള വ്യക്തിയാണോ, തീർച്ചയായിട്ടും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നമുക്ക് വേണം. കാരണം എന്താണ്, സ്വാമി ജ്ഞാനത്തിൻ്റെ ആളാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആ സ്വാമിയുടെ അനുഗ്രഹം നമുക്ക് വേണം. അതുമാത്രമല്ല അടുത്ത വരി എന്താണ്, ഗുണസാഗർ അല്ലേ. അപ്പോൾ ഗുണം അല്ലെങ്കിൽ ഗുണവാൻ എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, നമ്മൾ ഗുണം എന്ന് പറയുമ്പോൾ എന്താ, നല്ല നല്ല ഗുണങ്ങൾ എന്നാണ് നമ്മൾ ധരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഗുണം എന്ന് പറയണത് എന്താണ്, ഗുണവാൻ ഗുണത്തെ മനസ്സിലാക്കുന്നവനും ഭഗവാന്റെ ഗുണം പറയുന്നവനും മറ്റുള്ളവരുടെ ഗുണം അംഗീകരിക്കുന്നവനുമാകണം. ആ അർത്ഥത്തിലാണ് ഇവിടെ ഹനുമാൻ സ്വാമിയെ എന്താണ് ഗുണസാഗർ, എങ്ങനെയാ ഗുണത്തിൻ്റെ സാഗരമാണ് എന്നാണ് ഉപമിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം എങ്ങനെയുള്ള ആളാണ്, അദ്ദേഹം സ്വയമേ ഗുണത്തെ മനസ്സിലാക്കിയവനാണ് അല്ലേ. എന്താണ് ആ ഗുണം എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണു. മാത്രമല്ല ആ ഭഗവാന്റെ ഗുണം അല്ലേ, ഭഗവാന്റെ ദാസനാണ്. അപ്പോൾ ആ ഭഗവാന്റെ ഗുണം എന്താണെന്നും ആര് മനസ്സിലാക്കിയിട്ടുണ്ട്, വ്യക്തമായിട്ട് ശ്രീ ഹനുമാൻ സ്വാമി മനസ്സിലാക്കിയിട്ടുണ്ടെന്നും മാത്രമല്ല ദാ പറയണോക്കൂ, മറ്റുള്ളവരുടെ ഗുണം അംഗീകരിക്കണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ശക്തി കൊണ്ടായാലും ബുദ്ധി കൊണ്ടായാലും കഴിവുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഹനുമാൻ സ്വാമിയോളം ശക്തി ആർക്കും ഇല്ല. പക്ഷെ എന്നിട്ടും അദ്ദേഹം എന്താ ചെയ്തത്, അദ്ദേഹം സുഗ്രീവന്റെ മന്ത്രിയായിട്ടിരിക്കാനാണ് സ്വാമി ശ്രമിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞ ലാളിത്യം അല്ലേ, ആ ഒരു വിനയത്തിൻ്റെ എന്താ പറയുക, സ്വാഗരം എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് വിനയാണ് ആർക്ക്, സ്വാമിക്കുള്ളത് അല്ലേ. പിന്നെന്താ പറയണത്, നമുക്കറിയാം എന്താണ്, കുഞ്ഞായിരിക്കുന്ന സമയത്ത് മഹാവികൃതിയായിരുന്നു അല്ലേ. എന്താണ് അല്ലേ, മട്ടുപ്പാവിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതാ സൂര്യൻ ഇങ്ങനെ കത്തി ജ്വലിക്കുക. അത് കാണുമ്പോൾ എന്താ വിചാരിക്കണേ, നല്ല സ്വാദുള്ള മാമ്പഴാണെന്ന് വിചാരിച്ചിട്ട് ഒരൊറ്റ ചാട്ടം കൊടുക്കുകയാണ് അല്ലേ. ഒന്നും നോക്കിയില്ല, അടുത്തൊരു ചാട്ടം അങ്ങോട്ട് കൊടുത്തു അല്ലേ. അങ്ങനെ നേരെ എവിടേക്കാ ചെല്ലണേ, സൂര്യൻ്റെ അടുത്തേക്കാ ചെല്ലണതേ. അപ്പോൾ സൂര്യഭഗവാൻ പേടിച്ചിരിക്കുകയാണ്, ഇതാരേ വരണേ, ഒരു കൊച്ചിറക്കം എന്താ വരുന്നു, വാനരൻ, ഇതെന്തിനാ എൻ്റെ അടുത്തേക്ക് വരണേ എന്നുള്ള ഭാവമാണ് ആർക്ക്, സൂര്യദേവന്. അപ്പോൾ സൂര്യദേവൻ ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്, ദാ വരുന്നു, ആ വായ അങ്ങോട്ട് പൊളിച്ചിട്ടെടുത്ത് വായിലിടാൻ നോക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇന്ദ്രൻ അവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ വജ്രായുധം കൊണ്ട് നമുക്കറിയാം സ്വാമിയുടെ നേർക്ക് പ്രയോഗിക്കും. അപ്പോൾ അങ്ങനെ പ്രയോഗിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, താഴേക്ക് വീഴും. കുട്ടിയല്ലേ, താഴേക്ക് വീഴും, ഇവിടെ താടി പൊട്ടും അല്ലേ. അപ്പോൾ നമുക്കറിയാം ഹനുമാൻ എന്നുള്ള പേരിൻ്റെ അർത്ഥം എന്താണ്, താടി പൊട്ടിയവനാണ് അല്ലേ. അപ്പോൾ സ്വാമിയുടെ പേരേ അങ്ങനെയാ, താടി പൊട്ടിയവൻ എന്നാണ്. അപ്പോൾ സ്വാമി താഴെ വീഴുമ്പോൾ ആർക്കാ സങ്കടം ഉണ്ടാവുക, അച്ഛനാണ്, വായുപുത്രനാണ് അല്ലേ. അപ്പോൾ വായുദേവൻ ദേഷ്യം വരും, അദ്ദേഹം വന്നിട്ട് താങ്ങി ഇങ്ങനെ പിടിക്കും, താഴെ വീഴാൻ സമ്മതിക്കില്ലല്ലോ, നേരെ വന്ന് കുഞ്ഞിനെ അങ്ങ് പിടിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ദേഷ്യം വരും, എൻ്റെ കുഞ്ഞിനെ തല്ലിയില്ലേ അല്ലെങ്കിൽ ഉപദ്രവിച്ചില്ലേ, ആ ഇന്ദ്രൻ ഇത്ര ദുഷ്ടനാണോ, ഒരു കുഞ്ഞാണെന്ന് പോലും പരിഗണിക്കാതെ ഉണ്ട്
ദാ ആ കുഞ്ഞിനെ അവൻ തല്ലിയിരിക്കണു എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ വായു എന്ത് ചെയ്യും? കുഞ്ഞിനെ എടുത്തുകൊണ്ട് നേരെ പാതാളത്തിലേക്ക് അങ്ങ് പോകും. എന്ത് സംഭവിക്കും? പ്രപഞ്ചത്തിൻ്റെ ആ സന്തുലനാവസ്ഥ അങ്ങ് നിൽക്കും. ശ്വാസമാണ് ഇല്ലാത്തത്, പ്രാണവായു അല്ലേ? ആ പ്രാണവായു ഇല്ലാതെ കണ്ട് എല്ലാ ബ്രഹ്മാണ്ടത്തിലുള്ള ആളുകൾ മുഴുവനും കഷ്ടപ്പെടുകയാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ബ്രഹ്മദേവൻ ഇടപെടും അല്ലേ? ദേവന്മാരുടെ മുഴുവനും കൺട്രോൾ ചെയ്യുന്ന ആളാണ് ബ്രഹ്മദേവൻ. ബ്രഹ്മദേവൻ ഇടപെട്ടും കൊണ്ട് എന്ത് പറയും? വായുദേവ തിരിച്ചു വരൂ, എന്ത് വേണമെങ്കിലും പ്രായശ്ചിത്തം ഞങ്ങൾ ചെയ്യാം, ഞങ്ങൾ അറിയാതെ ചെയ്തതാണ്, അങ്ങയുടെ പുത്രവാത്സല്യം ഞങ്ങൾക്ക് മനസ്സിലായി, അങ്ങയുടെ പുത്രന് എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ ദേവന്മാർ കൊടുക്കും എന്ന് പറയും. അങ്ങനെ വജ്രായുധത്തിനെ തോൽപ്പിക്കും അല്ലേ? അങ്ങനെ അതിനുള്ള ശക്തി കൊടുക്കും ആർക്ക്? വജ്രായുധേക്കില്ല. പിന്നെ സർവത്ര ദേവന്മാരും ഒന്നൊഴിയാതെ സ്വാമിക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കുക. അപ്പോൾ സ്വാമിയെ കീഴടക്കാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കും സാധിക്കില്ല. കാരണം എന്താണ്? ദേവന്മാര് മത്സരിച്ചാണ് വരം കൊടുത്തിട്ടുള്ളത്. ഹനുമാൻ സ്വാമിക്ക് വരം കൊടുത്തിട്ടുള്ളത് ദേവന്മാർ മത്സരിച്ചാണ്. അപ്പോൾ എന്തിനാണ്? പ്രഭുവിൻ്റെ സേവകനാവാൻ പോണ ആളാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്യണം. ഒരു കാര്യമുണ്ട്, ഭഗവാനായിക്കോട്ടെ, ഭഗവാന്റെ ഭക്തന്മാരായിക്കോട്ടെ, എല്ലാവരും മഹാകുസൃതികളാണ് ചെറുപ്പത്തിൽ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സ്വാമിക്ക് ഒരുപാട് എന്താ പറയുക, അനുഗ്രഹങ്ങൾ കൊടുക്കുകയാണ് അല്ലേ? അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുള്ള ആളാണ് ആര്? ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് അല്ലേ? വരം നൽകി, അങ്ങനെ ദേവന്മാരും വേണ്ടുവോളം വരം നൽകി എന്നാണ് പറയുന്നത്. ഓരോരോ ദുർഘടത്തിലും അറിഞ്ഞോ അറിയാതെയോ ഹനുമാന് പലവിധ അനുഗ്രഹങ്ങൾ ലഭിച്ചു. പല പല കുറുമ്പുകൾ ഒപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കുറുമ്പുകളുടെയൊക്കെ അവസാനം എന്ന് പറയുന്നത് ശുഭപര്യവസാനിയാണ്. കാരണം എന്താ? അതെല്ലാം ഭഗവാന്റെ സേവയ്ക്ക് വേണ്ടി ഹനുമാൻ സ്വാമിയെ ഒരുക്കുകയാണ് ഉണ്ടായത്. അല്ലെങ്കിൽ സ്വാമിക്ക് അതിന് വേണ്ട ഒരു യോഗ്യത, അല്ലെങ്കിൽ അതിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി കൊടുക്കുകയാണ് ദേവന്മാർ ചെയ്തിട്ടുള്ളത്. പിന്നെ പറയുന്നു എന്താണ്? ശിവന്റെ രുദ്രാവതാരാണ് അല്ലേ? വായുവിൻ്റെ പുത്രനാണ്, സൂര്യദേവന്റെ ശിഷ്യനുമാണ് അല്ലേ? സകല ദേവന്മാരുടെയും അനുഗ്രഹം ലഭിച്ചതിനാൽ ജ്ഞാനത്തിൻ്റെയും സദ്ഗുണങ്ങളുടെയും അതീശത്വം ലഭിച്ചു. നോക്കൂ, ജ്ഞാനവും സദ്ഗുണങ്ങളും ഇത് രണ്ടും ഒരേപോലെയുള്ള ആളാണ് ആര്? ഹനുമാൻ സ്വാമി. അതിൻ്റെ അതീശത്വം എന്നാണ് പറയുന്നത്. അതായത് അതിൻ്റെ സോഴ്സാണ് ആര്? സ്വാമി. നമുക്കറിയാം പല നദികളിലെയും ജലം ഒഴുകി സമുദ്രത്തിൽ എങ്ങനെയാണോ എത്തുന്നത്, അതുകൊണ്ടാണ് ജ്ഞാനഗുണസാഗർ എന്ന് പറഞ്ഞത്. അതായത് എല്ലാ നദികളും എല്ലാ ജ്ഞാനവും എവിടെയാണോ വന്നു ചേരുന്നത് അത് ഹനുമാൻ സ്വാമിയിൽ തന്നെയാണ് അല്ലേ? കാരണം എന്താ? അവിടെ ഇരിക്കുന്നത് ആരാണ്? ആ ഹൃദയത്തിൽ ഇരിക്കുന്നത് ശ്രീരാമചന്ദ്രമൂർത്തിയാണ് അല്ലേ? അപ്പോൾ സാക്ഷാൽ ഭഗവാനെ അല്ലേ? ആ ഭഗവാൻ ഇങ്ങനെ നെഞ്ചിൽ ഇങ്ങനെ നിറയുമ്പോൾ ആ സ്വാമിയിലേക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഭഗവാന്റെ പ്രിയപ്പെട്ടവനായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ടവനാ എൻ്റെ ഭരതന് സമന്നാ പറഞ്ഞേക്കണത്. അപ്പം അങ്ങനെ സമനായിട്ടുള്ള ആ ഭക്തൻ്റെ അടുത്തേക്ക് എങ്ങനെയാണ് അറിവ്, സർവ്വ അറിവും ജ്ഞാനഗുണസാഗരാണ് അല്ലേ? അപ്പം ആ അറിവിൻ്റെ സാഗരമാണ് ആര്? ശ്രീ ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയണത് അതീശത്വം ലഭിച്ചു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയണത് എല്ലാ നദികളിലെയും ജലം ഒഴുകി സമുദ്രത്തിൽ എത്തിച്ചേരുന്നത് പോലെയാണ് അറിവ് ഒഴുകി എത്തുന്നത് എന്ന് പറയണത്. അനന്തമായ അറിവുണ്ടെങ്കിലും യാതൊരു അഹങ്കാരവുമില്ലാതെ എപ്പോഴും വിനയാതരുനാണ് ഭഗവാൻ സ്വാമി. ഭഗവാന്റെ അന്യൂനമായ സവിശേഷതയാണത്. സ്വാമിയുടെ പ്രത്യേകതയാണത്. അഹങ്കാരമില്ല. എന്തൊക്കെ അല്ലേ? നമുക്ക് എന്തെങ്കിലും ചെറിയൊരു അച്ചീവ്മെൻ്റ് ഉണ്ടായാൽ നമ്മൾ പിന്നെ അത് പറഞ്ഞിട്ട് 10 ആളുടെ അടുത്ത് പറയും അല്ലേ? പിന്നെ അത് വലിയൊരു പ്രൗഢിയായിട്ട് കൊണ്ട് നടക്കും അല്ലേ? പക്ഷെ സ്വാമി എങ്ങനെയാണ്? സ്വാമി അതിനെ ഒരു എന്താ പറയുക, അതിനെ ചെറിയൊരു പരിഗണന പോലും കൊടുക്കുന്നില്ല. ഓക്കെ ഉണ്ടോ, ശരി എന്നാൽ ആയിക്കോട്ടെ, ആ ഒരു ഭാവത്തിലാണ്. അതാണ് അത്രയ്ക്ക് കേവലമായിട്ടാണ് സ്വാമി അതിനെ കാണുന്നത് എന്നുള്ളതാണ് അല്ലേ? പിന്നെന്താ പറയണത്? അദ്ദേഹത്തിൻ്റെ സദ്ഗുണങ്ങൾ, സദ്ഗുണ സമ്പന്നനാണെന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെയാണ് ആ സദ്ഗുണം എന്ന് എടുത്ത് പറയുന്നുണ്ട്. ഒന്ന് ഭക്തി, വിനയം, കരുണ, നിസ്വാർത്ഥ സേവനം അല്ലേ? ഭക്തി എന്താണ്? ഭഗവാനോടുള്ള ഭക്തി അത് ഏറ്റവും പീക്കാണ്. വിനയം, നേരത്തെ പറഞ്ഞില്ലേ വിനയം, അതായത് എത്ര കഴിവുണ്ടെന്ന് സ്വാമിക്ക് തന്നെ അറിയില്ല. പക്ഷേ അതിന് മുന്നിൽ സ്വാമി എന്താണ്? വിനയാണ് കാണിക്കുന്നത്. എനിക്കിതൊക്കെ ഉണ്ടോ, ശരി ആയിക്കോട്ടെ. നമ്മളെപ്പോലെ ഒന്നല്ല. നമ്മളെന്താണ്? നമ്മളൊരു ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര അഹങ്കാരമാണ്. എനിക്കതിന് സാധിക്കും, എനിക്കിതിന് സാധിക്കില്ലേ? സ്വാമിക്ക് അഷ്ടസിദ്ധിയുണ്ട് അല്ലേ? ഇത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ദേവന്മാർ മത്സരിച്ച് അനുഗ്രഹം കൊടുത്തിട്ടുള്ള ദേവനാണ് ശ്രീ ഹനുമാൻ സ്വാമി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിനയം, അദ്ദേഹത്തിനോളം വിനയം ആർക്കില്ല. കരുണ എന്ന് വെച്ചാൽ വിളിച്ചാലുണ്ടല്ലോ, മനസ്സറിഞ്ഞ ഭക്തം വിളിച്ച അവിടെ പറന്നു വരും മക്കളെ. വായുവേഗം എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക, വേഗത നമുക്ക് ഉപമിക്കാൻ കഴിയില്ല. അത്ര കരുണയാണ്. നമ്മൾ മനസ്സറിഞ്ഞ് അല്ലെങ്കിൽ മനസ്സ് വെന്ത് സ്വാമിയെ വിളിച്ചോ, ആ കരുണ സാഗരാണ് സ്വാമി എന്നുള്ളതാണ്. പിന്നെ നിസ്വാർത്ഥ സേവനം സ്വാമിക്ക് അല്ലേ? ആരാണ്? ഭഗവാന് വേണ്ടിയിട്ട്.
ആ രാമചന്ദ്രമൂർത്തിക്ക് വേണ്ടിയിട്ട് നിസ്വാർത്ഥ സേവനാണ്. പോട്ടെ, സ്വാമി എന്ന് പറയുന്നത് പ്രഭുവാണ്, അതായത് സ്വാമിയുടെ പ്രഭുവാണ് രാമചന്ദ്രമൂർത്തി. അതുമാത്രമല്ല എല്ലാവർക്കും സേവനം ചെയ്തിട്ടുണ്ട് അല്ലേ. ആർക്കൊക്കെയാണ്? സുഗ്രീവനെ ഭഗവാനുമായിട്ട് അടുപ്പിച്ചു കൊടുത്തു അല്ലേ. ഭഗവാനുമായിട്ട് അടുപ്പിച്ചു കൊടുത്തത് ആരാണ്? ഹനുമാൻ സ്വാമിയാണ്. പോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞു കഴിവുകൊണ്ട് നോക്കുകയാണെങ്കിലും രാവണനെ വരെ വധിക്കാൻ കഴിവുള്ളവനാണ് ആര്? ഹനുമാൻ സ്വാമി. പക്ഷേ എന്നിട്ടും ആ സ്വാമി എന്താ ചെയ്തത്? എല്ലായിടത്തും വളരെ ആ ഒരു എന്താ പറയുക പക്വത കാണിച്ച് നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. അത് മാത്രമല്ല സേവകനാണ്, എവിടെ നോക്കിയാലും സേവകനാണ്. ഒരു സ്ഥലത്തും ഞാൻ മാസ്റ്റർ എന്ന് പറഞ്ഞ് നിന്നിട്ടില്ല സ്വാമി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ എനിക്ക് പറയാൻ പറ്റുമെന്ന് അറിയില്ല. അത്ര നിസ്വാർത്ഥമായിട്ടുള്ള സേവനാണ് ആര് ചെയ്യുക? സ്വാമി ചെയ്യുക. ധീരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? പ്രഭുവിന് വേണ്ടിയിട്ട് ഞാൻ ഈ പ്രപഞ്ചം തലകീഴായിട്ട് വെക്കണോ? ഞാൻ അപ്പം വയ്ക്കും അല്ലേ. അത്രയ്ക്ക് ധീരനാണ്. അപ്പോൾ ഈ സദ്ഗുണങ്ങളുടെ എല്ലാം സ്രോതസ്സാണ് ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത്. പിന്നെ പറയുന്ന ഒരു പേരെന്താണ്? കബീശ്വരൻ അല്ലേ. ആരാണ് കബി? നമ്മൾ കേട്ടിരിക്കുന്നത് വാനരൻ അല്ലേ. വാനര സമൂഹത്തിലെയാണ് കബി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ കബി എന്ന് പറഞ്ഞാൽ, കബി എന്നാൽ വാനരൻ അഥവാ വനത്തിൽ വസിക്കുന്ന നരൻ എന്നാണ് അർത്ഥം. അതായത് നമ്മൾ കാണുന്ന പോലെ എന്താണ്, അതായത് കുരങ്ങിന് മുകളിലുള്ളവർ എന്നാണ് അർത്ഥം. സ്വാമിയെ ഒരിക്കലും ഒരു ആ കുരങ്ങിൻ്റെ വർഗമായിട്ടല്ല കാണേണ്ടത്. അദ്ദേഹം ആരാണ്? നരനാണ്, വനത്തിൽ വസിക്കുന്ന നരനാണ് അദ്ദേഹം. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല എന്താണ്, ഒരു രാജ്യത്തിൻ്റെയും രാജാവല്ല, ഒരു സ്ഥലത്തും രാജാവായിട്ടില്ല അല്ലേ. സുഗ്രീവൻ്റെ മന്ത്രിയാണ്. എന്നിട്ടും എല്ലാവരുടെ മുന്നിലും രാജാവിൻ്റെ പ്രൗഢിയാണ് അല്ലേ. എല്ലാവർക്കും ഹനുമാൻ, എല്ലായിടത്തും ഹനുമാൻ, എല്ലാവർക്കും ഹനുമാൻ സ്വാമിയെ മതി അല്ലേ. എന്ത് പറഞ്ഞാലും ഹനുമാൻ ചെയ്യും, ഹനുമാൻ പോവും, എല്ലായിടത്തും ഹനുമാൻ പോവും അല്ലേ. അപ്പം എന്താ പറയുക? ശരിയായിക്കോട്ടെ, ഞാൻ പൊക്കോളാം അല്ലേ, എന്നാൽ ഞാൻ പോവാം എന്നല്ല സ്വാമി പറയാ. പോണോ? പ്രഭുവിൻ്റെ ആജ്ഞ പോലെ അടിയൻ അല്ലേ. അങ്ങനെയാണ് സ്വാമി എന്ന് പറയുന്നത് അല്ലേ. പിന്നെന്താ? നമ്മൾ യഥാർത്ഥ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അറിവില്ല അല്ലെങ്കിൽ അജ്ഞാനമാണ് എന്ന് അറിയുന്നതാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം അഥവാ അറിവ് എന്ന് പറയുന്നത് അല്ലേ. പിന്നെന്താ പറയണത്? ഒരു വ്യക്തിയേക്കാൾ ഏറ്റവും മഹത്വം ജ്ഞാനത്തിനാണെന്നാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ ഒരു ശരീരമല്ല, നമ്മളൊരു ശരീരമല്ലെന്നും ഞാനൊരു ആത്മാവാണ് എന്നുള്ള തിരിച്ചറിയൽ, അതാണ് യഥാർത്ഥത്തിൽ ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ ജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള മനസ്സിൻ്റെ ആ ത്വര അല്ലെങ്കിൽ ആ വിശപ്പിനെയാണ് നമ്മൾ എന്താ പറയണത്? സ്നേഹവും ബഹുമാനവും ഒക്കെ ആയിട്ട് പറയണത്. ഇതിൻ്റെയൊക്കെ മൂർത്തിമത് ഭാവമാണ് ആര്? ഈ ഹനുമാൻ സ്വാമി എന്ന് പറയണത് അല്ലേ. ജ്ഞാനവും സദ്ഗുണവും സമൂഹ നന്മയ്ക്കാവുമ്പോൾ ശരീരവും മനസ്സും ശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇത് രണ്ടും സമൂഹ നന്മയ്ക്കാവുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമായി തീരുകയാണ് ചെയ്യുന്നത്. വിനയവും കരുണയും സത്യസന്ധവും ഒത്തുചേരുമ്പോഴാണ് ഗുണവാനാകുന്നത് അല്ലേ. ആ ഗുണവാൻ്റെ മഹത്വം നേരത്തെ പറഞ്ഞു. ആരാണ് ഗുണവാൻ എന്നുള്ളത് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിനൊക്കെ യോഗ്യനായിട്ടുള്ള ആ സ്വാമിയെ ഞാൻ നമിക്കുന്നു എന്നാണ് ഈ ഒരു പദ്യം കൊണ്ട്, ഈ ഒരു വരി കൊണ്ട് ശ്രീ തുളസീദാസ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഹരേ കൃഷ്ണ. ജയ ശ്രീ രാധേ രാധേ.